എനിക്ക് ഈ സെയിം കാര്യം തന്നെ അലിനോടും ചോദിക്കാനുള്ളത്. ഇപ്പൊ സന്തോഷ് ഏട്ടനും ഇപ്പൊ ഇങ്ങനെ പറയുന്നു, സന്തോഷ് ഏട്ടൻ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇമേജും തെറിയും എല്ലാം കേട്ട ഒരാളാ. അതേപോലെ അലിനാണെങ്കിലും ഇപ്പൊ ഈ അടുത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വൈറലായിരുന്നു. എന്താ ഡാൻസ് നിർത്തി, റിവ്യൂ നിർത്തിയോ? ഇന്ത്യ മഹാരാജാണ്, ആർക്ക് സൗന്ദര്യമുണ്ട് പറയാന്നും പുള്ളി പറഞ്ഞല്ലോ. പുള്ളിക്കുണ്ടെങ്കിൽ പറയാൻ അലിജോ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ. അല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ പുള്ളി പറഞ്ഞ സമയത്ത് ഞാൻ തിയേറ്റർ റിവ്യൂ മാറി ഓൺലൈൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നാണ് തിയേറ്ററിൽ പോയി പറഞ്ഞ റിവ്യൂ. അല്ല ഈ വൈറൽ ആവാൻ വേണ്ടി മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആൾക്കാരെ ആ ഒരു മീഡിയ അറ്റൻഷൻ പോകാണ്ടിരിക്കാൻ, അല്ലാണ്ട് വൈറൽ ഓൾറെഡി ആണല്ലോ. ഇനി എന്തിനു വൈറലാകുന്ന കൂടുതലാണ്. എന്തുകൊണ്ട് മീഡിയ അറ്റൻഷൻ പോവാണ്ടിരിക്കാൻ ചെയ്യുന്നത്? അങ്ങനെ എപ്പോഴും മീഡിയയുടെ പ്രസൻസിൽ നിൽക്കണം എന്നുള്ള ആ സ്പോട്ട് ലൈറ്റ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ആൾക്കാർ തെറി വിളിക്കും, ഒരു ബാഡ് ഇമേജ് വരും എന്ന് അറിഞ്ഞിട്ടും ഓരോന്നും ചെയ്യുന്നത്. ആൾക്കാര് തെറി വിളിക്കും. ഇപ്പൊ ആൾക്കാര് തെറി വിളിക്കുന്നുണ്ടല്ലോ. നേരിട്ടും വന്ന് വിളിക്കുന്നുണ്ട് ചേച്ചിയുടെ പ്രായമുള്ള ആൾക്കാര്. ചേച്ചി വിളിക്കാറില്ല, വിളിക്കാറില്ല. ഓക്കെ, ഇപ്പൊ നേരിട്ടാണെങ്കിലും അല്ലാണ്ടും ഒരുപാട് വിമർശനങ്ങൾ കേൾക്കാറുണ്ട്. അറിഞ്ഞിട്ടും ആൾക്കാരിങ്ങനെ നെഗറ്റീവായിട്ടായിരിക്കും കാണാന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതൊന്നും നോക്കാണ്ട് സ്പോട്ട് ലൈറ്റിൽ വരണം എന്നുള്ളത് ആഗ്രഹം എന്നാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ 30 കഴിഞ്ഞ കുറെ ചേച്ചിമാരെ ആരാധികമാരായിട്ടുള്ളതുകൊണ്ട് മനസ്സിലായി, ആരാധികമാരായിട്ട്. ഇപ്പോ 4 വയസ്സുള്ള കൊച്ചുള്ള ഒരു ചേച്ചി പോലും നമ്മളെ ആരാധിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് നല്ല രീതിയിൽ. മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നത് ശരിക്കും, മനസ്സിലായോ? ഒരു ഗേളുണ്ട്. അപ്പൊ നല്ല രീതിയിലൊരു ആൾക്കാരെ എങ്ങനെ കാണുന്നു നമുക്കൊക്കെ അറിയാം. അപ്പൊ ഈ സ്പോട്ട് ലൈറ്റിൽ വരാൻ വേണ്ടിട്ട് ആൾക്കാര് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടും കോമാളി എന്നുള്ള ഒരു പട്ടം വന്നാലും കുഴപ്പമില്ല. കോമാളി പട്ടം അങ്ങനെയല്ലോ. അങ്ങനെ കോമാളി എന്ന് വിളിക്കുന്നത് ഒരു 50% പേരല്ലേ. അതില് ഒരു 25% പേര് നല്ല രീതിയിൽ സെലിബ്രിറ്റി എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്, ആക്ടർ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഷോർട്ട് ഫിലിം ചെയ്യുന്നതുകൊണ്ട് ആക്ടർ എന്ന് വിളിക്കാറുണ്ട്, റിവ്യൂവർ എന്ന് വിളിക്കാറുണ്ട്, യൂട്യൂബർ എന്ന് വിളിക്കാറുണ്ട്, അങ്ങനെ ബ്ലോഗർ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ പല പല വിശേഷങ്ങളാണ് വിളിക്കുന്നത്. മനസ്സിലായി? അതിനെ പറ്റി എന്താ അഭിപ്രായം? പറയട്ടെ. അല്ല ഇപ്പൊ ഇതിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ഇങ്ങനത്തെ മസാല വീഡിയോസ് വിടുന്നില്ലേ, അത് മാറിയിരിക്കുകയാണ്. അത് ബോധപൂർവമായിട്ട് ചേഞ്ച് തന്നെയാണ്. കാരണം ഇപ്പൊ ശരിയാ, ഞാൻ കോമാളിത്തരം കാണിച്ചിട്ടില്ല, കോമാളി ഇമേജാ ഉള്ളത്. അപ്പൊ അത് സന്തോഷേട്ടൻ ഇടക്കിടക്ക് ഒരു എന്താ ഓരോ വീഡിയോസ് ഫേസ്ബുക്കിൽ ഇടാറില്ല, ഓരോന്നിന്റെ ഒപ്പീനിയൻ പറഞ്ഞിട്ട്. അതന്നെ, തല മാത്രം കാണിച്ചിട്ട്. അതൊന്നും മനഃപൂർവ്വമല്ല, അത് ശരിക്കും ഒപ്പീനിയൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണോ? പക്ഷെ പലപ്പോഴും അങ്ങനെ പറയുമ്പോഴും നെഗറ്റീവായിട്ടാ വീണ്ടും വരുന്നത്. ഒരു വീഡിയോ ആയിട്ട് സെൽഫി അതിന് കാശും കിട്ടില്ല. അത് എന്റെ ചില ഫിലോസഫിയിലെ കോട്ട്സ് എഴുതണാണ്. അല്ല, ഞാൻ വീഡിയോയുടെ കാര്യം പറയുന്നത്. ഇടയ്ക്ക് ഓരോ വീഡിയോ സെൽഫി വീഡിയോ ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യാറില്ലേ ഫേസ്ബുക്കില്? അപ്പൊ അതും ഓരോ സംഭവത്തിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പൊ അങ്ങനെ ഇടാറുള്ളപ്പോഴും അത് ചിലപ്പോ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. അപ്പൊ അതും വീണ്ടും വീണ്ടും എന്നാലും ഇപ്പൊ ഈ അലിൻ ജോസിന്റെ കാര്യം തന്നെ പറഞ്ഞിട്ട് 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അയ്യോ, അതല്ലാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയില്ല, പെർട്ടിക്കുലർ ആയിട്ട് ഒരു വീഡിയോ ഓർമ്മയില്ല. അല്ല ആ പരിധി നിർത്തിയിരിക്കുകയാണ്. ഞാൻ മസാല ഞാനിപ്പോ മസാല നിർത്തിയിരിക്കുകയാണ്. മസാലയാണ് അതാണ് മസാല. അങ്ങനത്തെ കണ്ടിട്ട് അല്ല അങ്ങനെ ഒരാൾക്ക് ബോഡി പാർട്സില് അങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മസാല ഞാൻ ഇപ്പൊ അതിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഞാൻ നല്ല കുട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പോറ്റക്കാരനാക്കരുത്, നല്ല കുട്ടി ആയിക്കൊണ്ടിരിക്കുക. ടീച്ചർ പറയാണ് അത് നല്ല കുഴപ്പമാണ്. ഇങ്ങനത്തെ കണ്ടൻഷേ പോവുള്ളൂ. ഇപ്പൊ ഇമേജ് മാറ്റാനുള്ള ഒരു
ശ്രമത്തിലാണ്. ഇതൊരു ഇമേജ് കോൺഷ്യസ് ആയിരുന്നില്ല. ഇപ്പൊ ഇമേജ് മാറ്റാൻ വേണ്ടി അങ്ങനത്തെ വീഡിയോസ് നിർത്തുകയാണ്. അതുകൊണ്ടാണ് പക്ഷെ അതുകൊണ്ട് കുഴപ്പമെന്തറിയോ, റീച്ച് കുറഞ്ഞു വരുവാണ്. റീച്ച് കിട്ടണമെങ്കിൽ നെഗറ്റീവ് തന്നെ വേണം. പല സ്റ്റേറ്റ്മെന്റില് നമുക്ക് അത് ഓപ്പൺ ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ചില വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ അത് ഓപ്പൺ ആയിട്ട് കാണിക്കുന്നത് ചിലപ്പോൾ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വന്നാ. ഞാൻ ഡിലീറ്റ് ചെയ്തു. ഞാൻ ഡിലീറ്റ് ചെയ്ത ആളെന്താ. ഞാൻ ഡിലീറ്റ് ചെയ്തതാ. ഡിലീറ്റ്. അപ്പൊ താഴെ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത്? ഒരു പുല്ലും പറയണ പോടാ. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാത്തിടുന്നുണ്ട്. എന്തോ അലൻ ജോസിന്റെ തൊട വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല. അങ്ങനെ പലരും ഇല്ലാത്ത ഇടുന്നുണ്ടോ. ഇപ്പൊ ഞാൻ ഇമേജ് കോൺഷ്യസ് ആണ്. ഒരു കാര്യം പറയാം. അല്ല ഇവിടെ പബ്ലിസിറ്റി ഒന്നെങ്കിൽ പബ്ലിസിറ്റി ഇല്ലായ്മ ഒന്നും ആവാതെ അറിയാതിരിക്കാം. ഇല്ലെങ്കിൽ നെഗറ്റീവ് പബ്ലിസിറ്റി. പോസിറ്റീവ് പബ്ലിസിറ്റി സംഭവമില്ല.